ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കുകയാണ്. 750 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് പറഞ്ഞിരുന്നത്, 500 to 750. അപ്പോൾ നമുക്ക് വണ്ടിയിൽ മൈലേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ 56 മൈലേജേ കിട്ടുന്നുള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചിട്ട് 549 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വച്ച് ദിവസം നീട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് വണ്ടി സർവീസിന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. 549 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയത് ഫുൾ ടാങ്കിൽ. ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം വണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് മൈലേജ് കിട്ടുന്നത് എന്നുള്ള കാര്യം ദയവായിട്ടൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഷോറൂമിലേക്ക് പോവുകയാണ്. മെയിൻ റോഡിലെത്തിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ബൈക്ക് ഹോൾഡറിൽ, മൊബൈൽ ഹോൾഡറിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഷെയ്ക്കുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കയ്യിൽ കോപ്പർ മേടിക്കാനുള്ള ഒരു ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മൊബൈൽ ക്യാമറയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ നേരെ ഷോറൂമിൻ്റെ അടുത്തായി. ഷോറൂമിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് തിരിച്ച് ഞാൻ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് വന്നത്. നെയ്യാറ്റിൻകര ബസ്സാണ് കിട്ടിയത്. അങ്ങനെ പകുതി വഴി ഇറങ്ങേണ്ടി വന്നു. പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പയ്യൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങി കുറച്ച് നടക്കേണ്ടി വന്നു. നടന്നു വന്നപ്പം എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പയ്യൻ വന്നായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ ബൈക്കിലാണ് വീട്ടിൽ വന്നപ്പോഴേക്കും വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ വിളിച്ചായിരുന്നു. പിന്നും അടുത്തൊരു ബസ് കയറി നേരെ കാഞ്ഞിരംകുളത്ത് വന്ന് ഇറങ്ങി. അവിടെ വന്നും പിന്നും കുറച്ച് നടക്കേണ്ടി വന്നു. നടന്നു പോയിട്ടാണ് പിന്നെ ഷോറൂമിൽ വണ്ടി എടുത്തത്. ഫസ്റ്റ് സർവീസിന് 652 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നേരെ വണ്ടി പെട്രോൾ പമ്പിൽ കയറ്റി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ മൈലേജ് ചെക്കിങ്ങിൽ 56 മൈലേജ് കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സർവീസിന് മുന്നേ ആയിട്ട് എന്തായാലും അടുത്ത മൈലേജ് എങ്ങനെ ട്യൂൺ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചപ്പോഴത്തേക്കും ഏകദേശം ഞാൻ ഇന്നലെ പെട്രോൾ തീർന്നിട്ട് പിന്നെ 100 രൂപയ്ക്ക് മേടിച്ച് ഒഴിച്ചതാണ്. 1 ലിറ്ററാണ് മേടിച്ച് ഒഴിച്ചത്. അപ്പോൾ മൊത്തത്തിൽ 900 രൂപയുടെ പെട്രോളാണ് ഇന്ന് അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നേരെ ബൈപ്പാസിൽ കയറിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് സൈഡ്. കാരണം നമ്മൾ സർവീസിന് കൊടുത്താണ് അവിടെ പല വണ്ടികളും വരുന്നതാണ്. വല്ല സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി. അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വലിയ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഡ്രൈവിംഗ് സ്കൂളിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോഴേക്കും അവിടെ ആളില്ല. ആളിനെ വിളിച്ചപ്പം ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 3/4 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് ആൾ വന്നു. RCയുടെ ബുക്കും പിന്നെ വണ്ടിയുടെ പേപ്പറെല്ലാം മേടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്ട്രെയിറ്റ് വീട്ടിലോട്ടാണ് പോയത്.